US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ട്വീറ്റാണ് ഇപ്പോൾ ലോകത്തെമ്പാടും ചർച്ചയായി മാറിയിരിക്കുന്നത്. ഈ ട്വീറ്റ് പറയുന്ന കാര്യങ്ങൾ അല്പം ഞെട്ടൽ ഉളവാക്കുന്നത് തന്നെയാണ്. ഒരുപക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാകുകയും ചെയ്യും. പ്രസിഡൻഷ്യൽ പവേഴ്സ് ക്ലോസ് എന്ന ഒരു വകുപ്പ് പ്രയോഗിക്കാനാണ് ട്രംപിന്റെ നീക്കം. അതനുസരിച്ച് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ അമേരിക്കയിൽ ഉള്ള എല്ലാ വിദേശികളെയും പുറത്താക്കുന്ന ഒരു നിയമം കൊണ്ടുവരാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവരം. കുടിയേറ്റ ദേശീയ നിയമം സെക്ഷൻ 212F പ്രകാരം പ്രസിഡന്റിന് ഇതിന് കഴിയും എന്നാണ് പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ ഇത് അമേരിക്കയെ അപ്പാടെ തകർത്ത് കളയുമെന്നാണ് ഒരു വലിയ വിഭാഗം ആളുകൾ പറയുന്നത്. കാരണം 6-ൽ ഒരാൾ, അതായത് അമേരിക്കയിലുള്ള 6-ൽ ഒരാൾ വിദേശ പൗരനാണ്. അങ്ങനെയുള്ളപ്പോൾ ഇവരെ മുഴുവൻ പുറത്താക്കുക അസാധ്യമായ ഒരു കാര്യമാണ് എന്നുകൂടി പറയുന്നു. ഒപ്പം തന്നെ അത് അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയെ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് ഇടയാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. ട്രംപിന് അത്തരത്തിലുള്ള അധികാരം ഇല്ല എന്നും ചിലർ വാദിക്കുന്നുണ്ട്. ഏതായാലും ട്രംപ് ആയതുകൊണ്ട് ഒന്നും നമ്പാൻ കഴിയില്ല. ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചേക്കാം. നിലവിൽ 19 രാജ്യങ്ങളിൽ ഉള്ളവർക്ക് ഇപ്പോൾ വിസ അനുവദിക്കുന്നില്ല. അതിൽ അഫ്ഗാനിസ്ഥാനും വെനിസ്വേലയും അടക്കം ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം ഉള്ള രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 3.3 ദശലക്ഷം പേരാണ് അമേരിക്കയിലുള്ളത്. ഇവരെ പുറത്താക്കുക, ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയവരെ കൂടി പുറത്താക്കുക, ഇത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് ഏവരും സമ്മതിക്കുന്നു. കാരണം അമേരിക്കയിലുള്ള 6 പേരിൽ ഒരാൾ വിദേശ പൗരനാണെന്നിരിക്കെ ഇത്ര പെട്ടെന്ന് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ പുറത്താക്കുക എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളെ അടക്കം പുറത്താക്കുകയാണെങ്കിൽ ഇത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും. ഏതായാലും ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്.